ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അരുണാചൽ സ്വദേശിനിയെ തടഞ്ഞുവെച്ചതിൽ ചൈനയെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു ഇന്ത്യ. ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവെന്ന് പറഞ്ഞിട്ടായിരുന്നു ചൈനയുടെ നടപടി. അരുണാചൽ സ്വദേശിനിയോട് ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കാനും ചൈന ആവശ്യപ്പെട്ടിരുന്നു. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, എന്താണ് ഷാങ്ഹായ് വിമാനത്താവളത്തിൽ വെച്ച് അരുണാചൽ സ്വദേശിനിക്ക് നേരിടേണ്ടി വന്നത്? അതിലിപ്പോൾ ഇന്ത്യ എത്ര ശക്തമായ പ്രതിഷേധമാണ് ചൈനയെ അറിയിക്കുന്നത്? ദിവ്യ സൈഫുദ്ദീൻ, ഇന്നലെയായിരുന്നു ഷാങ്ഹായ് വിമാനത്താവളത്തിൽ അരുണാചൽ സ്വദേശി പ്രേമ വാങ്ചുകിനെ ഇന്നലെ ഈ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത്. പ്രധാനമായിട്ടും അവർ ഉന്നയിച്ച ആരോപണം ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവാണ്, നിങ്ങൾ ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കണം എന്നുള്ള കാര്യം മുൻനിർത്തിയായിരുന്നു ഇവരെ തടഞ്ഞു വെച്ചത്. 18 മണിക്കൂറോളമാണ് ഇവരെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത്. പിന്നീട് ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് ഇവരെ അവിടുന്ന് മാറ്റം, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ഇന്ത്യൻ എംബസി ഇടപെട്ടത്. അരുണാചൽ സ്വദേശിനി ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കാനും അതായത് ഈ വിമാനത്താവളം, ഷാങ്ഹായ് വിമാനത്താവളം അധികൃതർ അവരോട് പറഞ്ഞു. ചൈന ഈസ്റ്റേൺ വിമാന കമ്പനിയുടെ ഭാഗത്തുനിന്നും മോശം അനുഭവം ഉണ്ടായി എന്നുള്ളതാണ് ഈ യുവതി അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ കൃത്യമായിട്ടുള്ള നിലപാട് ചൈനയെ അറിയിച്ചുകൊണ്ട്, അതായത് നിശ്ചിതമായ വിമർശനമാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയെ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഇന്ത്യ വലിയ വിമർശനം ചൈനീസ് എംബസിയെ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ യുവതിക്ക് ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായതിൽ വലിയ ഖേദമാണ് ഇന്ത്യ ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അരുണാചൽ ഇന്ത്യയുടെ ഭാഗമല്ലെന്ന് എമിഗ്രേഷൻ അധികൃതർ വാദിക്കുകയായിരുന്നാണ് ഈ യുവതി വ്യക്തമാക്കിയിരിക്കുന്നത്. ചൈനയുടെ ഭാഗമായിട്ടാണ് അരുണാചലിനെ ചൈന ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത അരുണാചലിൽ നിന്നും ചൈനയിലേക്ക് എത്തിയ യുവതി ചൈനീസ് പാസ്പോർട്ടിന് അപേക്ഷിക്കണം എന്നുള്ളതായിരുന്നു വിമാനത്താവളം അധികൃതർ ഇവരോട് ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 18 മണിക്കൂറോളമാണ് ഇവരെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത്. 18 മണിക്കൂറിന് ശേഷം ഇന്ത്യൻ എംബസി ഇടപെട്ടാണ് ഇവരുടെ മോചനം ഉറപ്പുവരുത്തിയത്. എന്തായാലും ഇതിൽ കടുത്ത അമർഷമാണ് ഇന്ത്യ ഇപ്പോൾ ചൈനയെ അറിയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും പ്രതിഷേധം അറിയിക്കുകയാണ് ഇന്ത്യ. എന്തായാലും ഇതിപ്പോൾ ഇടയ്ക്കൊന്ന് ഇന്ത്യ ചൈന ബന്ധമൊക്കെ മെച്ചപ്പെട്ടു. ഈ വിഷയത്തെ തുടർന്ന് ഇനിയും ഉടക്കുണ്ടാകുമോ എന്നും കൂടി കാത്തിരുന്ന് കാണണം.